ഡാഡി എന്തായി പറയുന്നേ? എന്തായാലും ഒരിക്കലും ഒരാൾക്ക് വേണ്ടി കഴുത്ത് നീട്ടിയതാ ഞാൻ. ആ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് എങ്ങനെയാ ഡാഡി ഞാൻ മറ്റൊരാൾക്ക്? ഒരു ദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത ഈ താലി ഇനി നിനക്ക് എന്തിനാ മോളെ? എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഡാഡി ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്ര. നീ ഇങ്ങനെ നീറി നീറി ഇല്ലാതാകുന്നത് കണ്ടു നിൽക്കാൻ എനിക്കിനി വയ്യ. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. ഈ വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കണം. എന്താ ഒരു ആലോചന? ഏയ് ഒന്നുമില്ല. എന്തു പറ്റി രണ്ടാളും കൂടെ പതിവില്ലാതെ? കുറുപ്പേ, നമ്മുടെ പ്രകാശനെ നന്ദൻ കണ്ടുവന്ന്. ആള് മദ്രാസിലുണ്ട്. അവൻ എന്നെ കണ്ടില്ല. കണ്ട് സംസാരിച്ച ആൾ അവിടം വിട്ട് പോയാലോന്ന് വെച്ചിട്ടാ. നാളെ തന്നെ പുറപ്പെട്ടോളൂ, നന്ദനും കൂടെ വരും. താനെന്താ ഒന്നും മിണ്ടാത്തെ? വേണ്ട, ആ കുട്ടിയുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് അവനിങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. എന്താ ഈ പറയണത്? അവനെ കണ്ടു കിട്ടാൻ വ്രതവും വഴിപാടും നോറ്റിരിക്കല്ലേ ശാരദാമ്മ? എന്നിട്ട് തൽക്കാലം ശാരദ ഇതറിയണ്ട. വീട്ടിൽ പോയി വിവരം പറഞ്ഞിട്ടാ ഞങ്ങൾ വരുന്നത്. ആ, ഇങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിയതാ. വയ്യാണ്ടിരിക്കുമ്പോ വേണ്ടാന്ന് ഞാനാ പറഞ്ഞത്. താൻ ഉടനെ വീട്ടിലേക്ക് ചെല്ലി. താൻ വരുന്നതും കാത്തിരിക്കുകയായിരിക്കും ശാരദാമ്മ. ഈശ്വരനായിട്ട് നമ്മുടെ മോനെ നന്ദന്റെ കണ്ണി കാണിച്ചു കൊടുത്തത് ഇനിയും വൈകിയ ചിലപ്പോ അവൻ അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയോ? നിങ്ങൾ പോണം. നിങ്ങളെ എന്ന് വിളിച്ചാലേ അവൻ വരൂ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കും. രണ്ട് സർവ്. സരി സാർ. என்னடா வேடிக்கை பார்த்துருக்க? தண்ணியை கொண்டு போய் ஊத்துறா முண்டம். നീ ഒരു നിമിഷം നിന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചു, നിന്റെ അനിയത്തെ കുറിച്ച് ആലോചിച്ചു. ഇനി വാശി പിടിക്കരുത്, നീ വരണം. എനിക്കാരോടും വാശിയൊന്നുമില്ല. വാശി എന്നോട് തന്നെയാ. ജീവിതം വെറുതെ തട്ടിക്കളിച്ച് നടന്ന പഴയ പ്രകാശനല്ല ഞാൻ. എന്തായാലും ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം നിനക്കുണ്ടോ പ്രകാശ? മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കാറായിന്ന് തോന്നുമ്പോ ഞാൻ വരും. നിന്റെ തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. പക്ഷേ ഏതെങ്കിലും ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ടാൽ നീയായിരിക്കുമെന്ന് കരുതി ഉമ്മറത്തേക്ക് ഓടിയെത്തി നിറകണ്ണുകളോടെ നോക്കുന്ന നിന്റെ അമ്മയെ ഞാനൊക്കൊന്ന് കാണാം. നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
ഒരു ദിവസം കൂടി അവൾക്ക് കാത്തിരുന്നുണ്ടായിരുന്ന വാസുദേവൻ. അവൾക്ക് കാണാൻ വേണ്ടിയല്ലേ ഞാനെ കൊണ്ടുവന്നത്. എന്നിട്ടും ഈശ്വരൻ ആരെ എപ്പോഴാ വിളിക്കാറ് നമുക്ക് നിശ്ചയിക്കലാവില്ലല്ലോ. അമ്മയുറങ്ങുന്നു എൻ നന്മയുറങ്ങുന്നു അകലേ ഇരുളിൽ കാണാ കണ്ണു തുളുമ്പുന്നു എൻ നെഞ്ചമെരിയുന്നു വെറുതെ നിഴലിൽ എന്നോടൊന്നും മിണ്ടാതെ എങ്ങും പോകാതെ ഉണ്ണി പൊന്നുണ്ണി എന്നും വയ്ക്കൂലേ. അമ്മയുറങ്ങുന്നു എൻ നന്മയുറങ്ങുന്നു. എഴുന്നേറ്റ് കുളിച്ചു വല്ലതും കഴിക്കേട്ടാ. ഇങ്ങനെ ഇരുന്നാല് ഞാൻ കൂടെ തളർന്നു പോകും. അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പൊന്നൊന്നും വന്നില്ലല്ലോ. എന്നോടല്ലേ വെറുപ്പുള്ളൂ. അമ്മയെ അവക്ക് വലിയ ഇഷ്ടമായിരുന്നില്ലേ? വരാന്ന് വെച്ചാൽ തന്നെ അവര് വിടില്ല. കല്യാണം തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത്. കല്യാണോ? ആർക്ക്? അത് പൊന്നു ചേച്ചിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു. ഏതൊരു ബന്ധുവാ.